ഇല്ല, ഇതിപ്പോ ഇങ്ങനെ ഇരുന്നാ മതിയാ, കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ? എന്തായാലും നല്ല പ്ലാനിങ് വേണം. പ്ലാനിങ് വേണം. അതിനാദ്യം കിട്ടുന്നത് ധർമാശുപത്രിയുടെ ബ്ലൂ പ്രിന്റാ. അത് കിട്ടിയാലേ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നോബിളേട്ടൻ പറഞ്ഞ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ എവിടുന്ന് കിട്ടുക? അത് കോർപ്പറേഷൻ ഓഫീസിൽ ഒപ്പിക്കാന്നതേ ഉള്ളൂ. അതിനുള്ള ബെൽറ്റൊക്കെ നമുക്ക് ഇപ്പോഴോടെ ഉണ്ട്. നോട്ടെ. അപ്പൊ അത് മാഷായിട്ടല്ലോ. അല്ല, ഏറ്റവുന്നില്ല, ഞാൻ നോക്കാം. ഹലോ ജ്യേഷ്ഠന്മാരെ, ഈ കക്കാന്ന് പറഞ്ഞാ അത് അത്ര എളുപ്പല്ലോ. ഇപ്പൊ നമ്മളൊരു പണിക്കിറങ്ങിയ സംഗതി ചീറ്റാണ്ടാ പൊട്ടണം. അതിന് ഇത്തിരി ബുദ്ധിമുട്ടണം. അതിനല്ലേ മാർട്ടി നീ. അങ്ങനെ കുഴപ്പമില്ല. അത് ശരി, പറയണ്ടേ? ആശുപത്രിക്ക് അകത്തൊരാളുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പനെ. അന്നമ്മ. അന്നമ്മേ? അവൾ അവിടല്ലേ പണിയെടുക്കണേ? അല്ല നോബിളേട്ടോ, അതൊരുമാതിരി കോത്താഴത്തെ പരിപാടിയാണല്ലോ. കലക്കിണ്ട്. ആ പൈസക്ക് നിങ്ങളുടെ കുടുംബത്തിനിട്ട് ഇത്ര പണി വന്നിട്ട് നിങ്ങളുടെ മോള് അവരുടെ ഒപ്പം ആശുപത്രിയിൽ ജോലി ചെയ്യേ. അത് കൊള്ളാം. അതെ, 3 നേരം തിന്നണ്ടേ? ജർമ്മനി പോയി നഴ്സാവാൻ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ഇങ്ങനെ കള്ളും കുടിച്ച് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട കേട്ടോ. വയറ് വിശന്ന പള്ളിയും പള്ളിക്കൂടം ഒന്നും ഇല്ല. ഒരു കാര്യം അന്വേഷണം. ഇങ്ങനെ നല്ലൊരു തന്തായിരുന്നെങ്കിലേ ഞാൻ നല്ലൊരുത്തന്റെ കെട്ടിയോളായിട്ട് ഇപ്പൊ വീട്ടിലിരിപ്പുണ്ടായിരുന്നേനെ. അല്ല, ഈ പരിപാടിയൊന്നും ശരിയായ അമ്മക്ക് മെത്രാനെയൊക്കെ വിളിച്ച് കല്യാണം നടത്തല്ലോ അല്ലേ? അപ്പനത്ര അപ്പൻ എന്തുട്ടപ്പനാ? കൺഫ്യൂഷൻ. എന്റെ ഭായി, ഇതൊന്നും അടിച്ചു മാറ്റണ്ടേ? പൈസ പൈസ ഒന്ന് പോയാ ഉഷാത്തടി. അല്ല, അതെ, അന്നമ്മ വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ചെയ്യണതിലൊരു ശരികേടുണ്ടല്ലോ. അതിലേക്ക് വെറുതെ അന്നമ്മ ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗത്തെ പറ്റി ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അല്ല, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വേറൊന്നുമില്ല. നാളെ മുതല് പയസും ഫ്രാങ്കോയും ക്രിസ്റ്റിയും പിന്നെ അവരുടെ പെങ്ങളും നൈസയും നമ്മുടെ ഒരു നിരീക്ഷണത്തിലുണ്ടായിരിക്കണം. ഇവരൊക്കെ ഓരോ ദിവസവും എന്താ ചെയ്യണേ, എങ്ങോട്ടൊക്കെയാ പോണേ, ആരൊക്കെയാ കാണണേ ഒക്കെ നമ്മൾ അറിയണം. ആസ്പത്രിയിലേക്ക് ഇവർ 3 പേരും വരണുണ്ടോ, അവിടെ നൈസിയുടെ ഇടപാടുകൾ എന്തൊക്കെയാ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. മാത്രല്ല, ആസ്പത്രിയുടെ 3-ാം നിലയിൽ ഈ ഐറ്റംസ് ഒക്കെ ഇരിക്കണ്ടെന്ന് വാസോട്ടം പറഞ്ഞൊരു വാക്കല്ലേ ഉള്ളോ. അതങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ധർമാശുപത്രിയുടെ മുമ്പിലേ നല്ല മോരുമെള്ളം കിട്ടും. അതെ, എന്തായാലും നമ്മള് കക്കാൻ പോവാ. കയ്യിൽ കുറച്ച് കാശ വരും. അപ്പോ നമ്മുടെ ഇടയിൽ എന്റെ ഒന്നുമില്ല, ഒക്കെ എന്റെ.